عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت إليه أنيب. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, നാം തുടങ്ങാൻ പോകുന്ന ഫത്ഹുൽ മുഈൻ ആദ്യമായി നോക്കുന്ന മുഖദ്ദിമ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ബർക്കത്ത് എടുത്ത് ഞാൻ തുടങ്ങുന്നു. റഹ്മാൻ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ അള്ളാഹു. റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പരലോകത്തെ ഗുണം ചെയ്യുന്ന അള്ളാഹു. അൽഹംദുലില്ലാഹ്, സർവ്വസ്തുതിയും അള്ളാഹുവിനിക്കാണ്. ഇങ്ങനത്തെ അള്ളാഹുവാണ്. അൽ ഫത്താഹ്, നന്മയുടെ കവാടം തരുന്നവനായ അള്ളാഹു. അൽ ജവാദി, ഉദാരനായ അള്ളാഹു. അൽ മുഈൻ, സഹായിക്കുന്ന അള്ളാഹു. എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? അല തഫഖുഹി, ഫിഖ് പഠിക്കാൻ, എങ്കിൽ എന്താ പറയുക, പണ്ഡിതനാവാൻ. ഏത് പഠനത്തിൽ? ഫിദ്ദീന്, ദീനിൽ തഫഖുഹിൻ്റെ മേൽ സഹായിക്കുന്ന അള്ളാഹുവിനെയാണ് സർവസ്തുതിയും. ആർക്ക്? മൻ, ഒരുത്തന്. ഖ്താറഹു, ആര്? അള്ളാഹു അവനെ തിരഞ്ഞെടുത്തു. മിനൽ ഇബാദി, അവൻ്റെ അടിമകളിൽ നിന്ന്. ചിലർക്കുള്ള എല്ലാവർക്കും ഇപ്പോൾ പഠിച്ചാൻ കഴിയൂലല്ലോ. അള്ളാഹു അവനെ തിരഞ്ഞെടുത്തു. വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കും, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല. ഷഹാദത്തൻ, ഒരു സാക്ഷ്യം വഹിക്കൽ. തുദ്ഖിലുന, അത് കാരണം നമ്മൾ പ്രവേശിക്കും. എവിടെ? ദാറൽ ഖുലൂദ്, ശാശ്വതമായ വീട്ടിൽ, അഥവാ സ്വർഗത്തിൽ. വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന സയ്യിദന, നമ്മുടെ നേതാവ്, തീർച്ചയായും നമ്മുടെ നേതാവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു, അള്ളാഹുവിൻ്റെ അടിമയാണ്. റസൂലുഹു, അള്ളാഹിൻ്റെ റസൂലുമാണ്. സ്വാഹിബ്, ഉടമയായ. അൽ മഖാമിൽ മഹ്മൂദ്, സ്തുതിക്കപ്പെട്ട സ്ഥാനത്തിൻ്റെ, ആ മഖാമിന് ഉടമയായ. സല്ലല്ലാഹു, അള്ളാഹു ഗുണം ചെയ്യട്ടെ. വസല്ലമ, രക്ഷയും ചെയ്യട്ടെ. ആരമേൽ? അലൈഹി, നബി തങ്ങളുടെ മേൽ. വഅലാലിഹി, അവിടുത്തെ കുടുംബത്തിൻ്റെ മേൽ. വസുഹാബി, അവിടുത്തെ സഹാബത്തിൻ്റെ മേൽ. അൽ അംജാദി, ശ്രേഷ്ഠരായ, ബഹുമാനികളായ. സ്വലാത്ത്, ഒരു ഗുണം. വസലാം, ഒരു രക്ഷ. അഫൂസു ബിഹിമാ, അവ രണ്ട് കൊണ്ട് നമ്മൾ വിജയിക്കും. യൗമൽ മആദ്, ഖിയാമത്ത് നാൾ, മടക്ക ദിവസം. അപ്പോൾ ഖിയാമത്ത് നാൾ നമ്മളത് കൊണ്ട് രക്ഷപ്പെടും. അതും ഈ പ്രാരംഭ മുറകൾക്ക് ശേഷം ഫഹാദ, അപ്പോൾ ഇത്, അഥവാ ഈ കിതാബ്, ശറഹുൻ, വിശദീകരണമാണ്. മുഫീദുൻ, ഉപകാരപ്രദമായ. അലാ കിതാബി, കിതാബിൻ്റെ മേൽ. ഏതാ കിതാബ്? മുസമ്മ, അതിന് ആ പേരൊക്കെ പഠിക്കുന്നു ആ കിതാബിന്. ഈ ഖുറത്ത് ഐനി മുഹമ്മദുദ്ദീൻ, ഖുറത്ത് ഐനി മുഹബ്ബി മുഹമ്മദുദ്ദീൻ എന്നാണ് ആ കിതാബിൻ്റെ പേര്. ആ കിതാബിൻ്റെ ശർഹാണ് ഈ കിതാബ് ഫത്ഹുൽ മുഈൻ. യുബയ്യിനു, ഈ ശർഹ് വിശദീകരിക്കുന്നു. അൽ മുറാദ, ഖുറത്ത് ഐനി മുഹമ്മദുദ്ദീൻ എന്ന കിതാബിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ഇത് വിശദീകരിക്കുന്നു. യുത്തമ്മിമുൽ മുഫാദ, പ്രയോജനപ്പെട്ട കാര്യങ്ങളെ അത് പൂർത്തിയാക്കി തരുന്നു. ആശയങ്ങൾ സമ്പൂർണ്ണമാക്കി തരുന്നു. യഹ്സിലു മഖാസിദ, യഹ്സിലു കരസ്ഥമാക്കുവാൻ. മഖാസിദ, മസാലകൾ, ലക്ഷ്യങ്ങൾ. ഈ മസാലയിൽ എന്താണ് ഉദ്ദേശം വെച്ചത് അതൊക്കെ കരസ്ഥമാക്കും. യുബ്രസു ഫവായിദ, യുബ്രസു വെളിവാക്കി തരുന്നത്. ഫവായിദ, അതിൻ്റെ ഓരോ പോയിൻ്റാണ് വെളിവാക്കി തരും. എന്താണ് അതിൻ്റെ ഫായിദ, ഈ മസാല കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, ഈ ഭാഗത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, ഇതൊക്കെ വെളിവാക്കി തരും. അഥവാ ഫത്ഹുൽ മുഈൻ്റെ മത്തിനായ ഖുറത്ത് ഐനി ബിൽ മുഹമ്മദുദ്ദീൻ, അതുകൊണ്ട് എന്താണെന്ന്, അതിൻ്റെ ഇബാറത്തിൽ പറയുന്ന എന്താണെന്ന കാര്യങ്ങളൊക്കെ ഫത്ഹുൽ മുഈനിൽ ഒഴിവാക്കി തരുന്നു.
വസമ്മൈതഹു ഞാൻ അതിന് പേര് വെച്ചിരുന്നു. എന്താണ്? ബിഫതഹിൽ മുഈൻ ബിശറഹി ഖുറത്തിൻ ഐൻ ബിമുഹിമ്മാത്തിദ്ദീൻ എന്നാണ് ഈ കിതാബിന് ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം സഗീർ രണ്ടാമൻ പേര് വെച്ചിട്ടുള്ളത്. ഇതിന് മത്തിനു എഴുതിയതും അദ്ദേഹമാണ്, ഷറഹ് എഴുതിയതും അദ്ദേഹമാണ്. ഞാൻ ചോദിക്കുന്നു, എന്താണ്? അസ്അലു ഞാൻ ചോദിക്കുന്നു അള്ളാഹുവിനോട് അൽ കരീമായ അൽ മന്നാനായ എന്താണ് മന്നാന പറഞ്ഞാൽ അനുഗ്രഹം ഔദാര്യമായി തരുന്നവനെ മന്നാനെ അറിയും. അന്യഉമ്മ വ്യാപിക്കാൻ വ്യാപകമാക്കാൻ അതിനെ ഇന്തിഫാ ബിഹി കിതാബ് കൊണ്ടുള്ള ഉപകാരം വ്യാപകമാക്കാൻ അള്ളാഹുവിനോട് ഞാൻ സഹായം ചോദിച്ചു. ലിൽ ഖാസത്തി ഖാസായ ആൾക്കാർ അഥവാ ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ വൽ ആമത്തി ആമായ ആൾക്കാരും മിനൽ ഇഖ്വാനി അഥവാ പൊതുവായ ആൾക്കാർക്കും മിനൽ ഇഖ്വാനി നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് യുസ്കീനനി എന്നെ പാർപ്പിക്കണം ബിഹി ഈ കിതാബ് എഴുതിയ കാരണത്താൽ ഫിർദൗസ് ഫിദാരിൽ അമാൻ നിർഭയമായ വീട്ടിൽ, അതായത് സ്വർഗത്തിൽ. ഇന്നഹു തീർച്ചയായും അല്ലാഹു തആല അക്രമുൽ കരീം അക്രമാണ് ഏറ്റവും വലിയ ബഹുമാന്യനാണ്. കരീമുകളിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ബഹുമാനം. അർഹമുർ റഹീം കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യം ചെയ്യുന്നവരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിൻ്റെ പേര് കൊണ്ട്, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് കിതാബ് തുടങ്ങുന്നു. ഉഅല്ലിഫു ഞാൻ ഇതിനെ രചിക്കാൻ തുടങ്ങുന്നു. വൽ ഇസ്മു ബിസ്മിയിലത്തെ ഇസ്മ് മുസ്തഖുൻ അത് പിടിക്കപ്പെട്ടതാണ്. മിനൽ സുമൂവി എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ബിസ്മി എന്നതിലെ ഇസ്മ്. വഹുവ ഈ സുമു പറഞ്ഞ എന്താർത്ഥം? അൽ ഒലുവു ഉയർച്ച. ലാ മിനൽ വസ്മിൽ നിന്ന് പിടിക്കപ്പെട്ടതല്ല. ഇസ്മ പറഞ്ഞത് ഇസ്മിത്തെ ഇസ്മ എന്താണ്? വഹുവൽ അലാമത്ത് ഇത് അടയാളം എന്നർത്ഥതാണ്. വസ്മ പറയാം. ഇത് ഇസ്മ ഒലുവിൽ നിന്ന് പിടിച്ചപ്പെട്ട ഇസ്മാണ്, ആ അർത്ഥത്തിലാണ്. പിന്നെ വല്ലാഹു ബിസ്മില്ലാഹി വല്ലാഹു എന്താണ്? അലമുൻ അതൊരു അലമാണ്. ലിസ്സാത്ത് ഒരു ദാത്തിനേക്കുള്ള അലമാണ്. വാജിബുൽ വജൂദ് ഉണ്ടാവൽ നിർബന്ധമായ ഒരു ദാത്തിനേക്കുള്ള അലമാണ് അല്ലാഹ് എന്നുള്ളത്. അസ്ലു അള്ളാഹിൻ്റെ അസ്ൽ എന്താണ്? ഇലാഹു എന്നാണ്. വഹുവ ഇലാഹ് പറഞ്ഞാൽ വഹുവ ഇസ്മു ജിൻസി ഒരു വർഗത്തിനുള്ള ഇസ്മാണ്, ഒരു പേരാണ്. ലി കുല്ലി മഅബൂദി എല്ലാ ആരാധിക്കപ്പെടുന്നതിനും ഉള്ളൊരു ഇസ്മാണ് ഇലാഹ് പറഞ്ഞാൽ. സുമ്മ ഉരിഫ പിന്നെ അതിനെ മാരിഫയാക്കപ്പെട്ടു ബിൽ അല്ല് കൊണ്ട്. വഹുദിഫത്തിൽ ഹംസയെ കളയപ്പെട്ടു. ഇലാഹിലിത സുമസ്തഅമില പിന്നെ ഉപയോഗിച്ചു. ഫിൽ മഅബൂദിൽ ബിഹക്കി ഹക്ക് കൊണ്ട് ആരാധിക്കപ്പെടുന്ന അവരെ മാത്രം ഉപയോഗിച്ച് തുടങ്ങി അല്ലാഹുവിനെ. വഹുവ അള്ളാഹു പറഞ്ഞാൽ അൽ ഇസ്മുൽ അഅ്ളമ ഏറ്റവും വലിയ ഇസ്മാണ്. ഇന്ദൽ അക്സരി അധിക പണ്ഡിതന്മാരുടെ അടുക്കലും. വലം യുസമ്മാ ബിഹി വേറെ ആർക്കും അത് കൊണ്ട് പേര് പെട്ടിട്ടില്ല. അള്ളാഹ് കൊണ്ട് പേര് പെട്ടിട്ടില്ല അള്ളാഹ്ക്കല്ലാതെ. വൈറഹു വേറെ ആർക്കും. വലം തഅന്നുത്തൻ അതൊരു മത്സരബുദ്ധിയോട് കൂടിയാണെങ്കിൽ പോലും അത് അങ്ങനെ ഒരു പേര് വെച്ചിട്ടില്ല. റഹ്മാൻ എന്ന് പറഞ്ഞ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് റഹ്മാൻ റഹീം. സിഫത്താനി രണ്ട് സിഫത്തുകളാണ്. ഉന്യതാ അവളെ എടുക്കപ്പെട്ടത് ലിൽ മുബാലത്തിനാണ് കൂടുതൽ അർത്ഥം കിട്ടാൻ, നല്ലോം അർത്ഥം കിട്ടാൻ. മിൻ റഹിമ എന്നതിൽ നിന്നാണ് റഹ്മാനും റഹീമൊക്കെ എടുത്തതാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ലഗു മിനർ റഹീം
റഹീമിനേക്കാളും കൂടുതൽ അർത്ഥം കിട്ടണം റഹ്മാൻ. അപ്പോൾ കൂടുതൽ കരുണ ചെയ്യുക, ഇഹലോകത്ത് കരുണ ചെയ്യുക. ഇഹലോകത്ത് അള്ളാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർ പോലെ കരുണ ചെയ്യുക. അപ്പോൾ റഹീം പറഞ്ഞാലോ ഇഹലോകത്ത് അള്ളാഹ്ക്ക് അനുസരിച്ചവർക്ക് മാത്രം നാളെ പരലോകത്ത് കരുണ ചെയ്യുക. രണ്ട് അബ്ലാണ് ഇത് റഹ്മാനിൻ്റെ, അതിനാണ് കൂടുതൽ അർത്ഥം വരിക. എന്നെ സിയാദത്തിൽ ബിനായി, ഈ റഹ്മാൻ എന്നതിൽ അക്ഷരങ്ങൾ ഹർഫുകൾ കൂടുതലുണ്ട്. തദുല്ലു അലാ സിയാദത്തിൽ മാന, അപ്പോൾ അതിൻ്റെ മാനയും കൂടും. ഒരക്ഷരങ്ങൾ കൂടുന്നതനുസരിച്ച് മാന കൂടുന്നു. പിന്നെ ഒരു കൗലിഹിബൻ, അവരുടെ വാക്ക് പോലെ റഹ്മാന് ദുന്യാവല്ല ആഖിറ, റഹ്മാൻ എന്നാൽ ദുന്യാവിൽ ആഖിറത്തിലൊക്കെ ഉള്ളത്. റഹീമു ആഖിറ, റഹീം പറഞ്ഞ ആഖിറത്തേക്കുള്ളത് മാത്രം. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്, ഹദാന, നമ്മളെ നേർമാർഗ്ഗത്തിലാക്കി, ഐ ദല്ലന, നമുക്ക് അറിയിച്ചു തന്നു. ലിഹാദാ, ഈ കിതാബ്, നമ്മുടെ ഉദ്ദേശം ഈ കിതാബ് എഴുതാനുള്ള നമുക്കറിയിച്ചു തന്നു. തഅലീഫ് പറഞ്ഞ എഴുതാനുള്ള ഇത് നമുക്കറിയിച്ചു തന്നു. വമാ കുന്നാ ലിനഹ്തദീ, നമ്മളാരും ഹിദായത്തിലായിരുന്നില്ല. ലൗല അൻ ഹദാന അല്ലാഹു, അള്ളാഹു ഹിദായത്തിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളാരും ഹിദായത്തിലായിരുന്നില്ല. അല്ലേ? വൽ ഹംദു, അൽഹംദു ഹംദെന്താ? ഹുവ, അത് അൽ വസ്ഫു ബിൽ ജമീൽ, നന്മ കൊണ്ടുള്ള ഒരു വിശേഷണമാണ്. വസ്സലാത്തു, എന്നാണ് സലാത്ത് പറഞ്ഞാൽ. വഹിയ, അത് മിനല്ലാഹി, അള്ളാഹുൽ നിന്നുള്ള, റഹ്മത്തുൻ, കാരുണ്യമാണ്, അൽ മക്റൂനത്തുൻ, അന്വരിച്ചതായ, ബിത്തഅലീം, ബഹുമാനം നൽകി അന്വരിച്ചതായ ഒരു റഹ്മത്താണ്, കാരുണ്യമാണ് സലാത്ത് എന്ന് പറയുന്നത്. സലാം പറഞ്ഞാലോ സലാം പറഞ്ഞാൽ തസ്ലീം, രക്ഷപ്പെടുത്തലാണ്. മിൻ കുല്ലി ആഫത്തിൻ, എല്ലാ ആപത്തുകളിൽ നിന്നും, വനഖ്സിൻ, എല്ലാ കുറവുകളിൽ നിന്നും രക്ഷപ്പെടുത്തലാണ്. അലാ സയ്യിദിന, അപ്പോൾ സലാത്ത് സലാം നമ്മളെ മേൽ, ഇവിടെ മേലുണ്ടാകട്ടെ, നേതാവിൻ്റെ മേലുണ്ടാകട്ടെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലികാഫത്തി സഖലൈൻ, ലോകർക്ക് മുഴുവനായി അയക്കപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ജിന്നി വൽ ഇൻസി, ജിന്നിനും ഇൻസിനും, ഇജ്മാഅ്, അതിലൊക്കെ ഇജ്മാഅ്, പണ്ഡിതന്മാരെ ഏകോപന അഭിപ്രായമാണ്. അപ്പോൾ അതാ അങ്ങനെ ഇപ്പോൾ ഒരു അഭിപ്രായം കൂടി ഉണ്ട്. അൽമാല ഐക്കത്ത് കാലം ആ കാലഹു ജമ്മൽ വഹക്കം, ഒരഭിപ്രായം എന്താ മക്കത്ത്, അതുപോലെ തന്നെ മലായക്കത്തു, ജിന്നിനും ഇൻസിനും, മലക്കുകളുടെ മേലും അയക്കപ്പെട്ടവരാണ് എന്നൊരു അഭിപ്രായം. അലാമ, ഒന്നിൻ്റെ മേൽ, കാലഹു ജമ്മുൽ മുഹക്കിക, ഒരു വിഭാഗം മുഹക്കികളായ പണ്ഡിതന്മാർ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് എന്നത് എന്താണ്? ആലം, അതൊരു വ്യക്തിനാമമാണ്. മൻകൂല, ഇതിനെ നീക്കി, മിൻ ഇസ്മ ഫൂൽ നിന്നിട്ട് മുളഅഫ്, അതിന് ഫീൽ ചെയ്തുള്ള ഇസ്മ ഫൂൽ എന്ന് നീക്കിയതാണ് മുഹമ്മദ്. മൗലൂന, ഈ മുഹമ്മദിനെ വെക്കപ്പെട്ടത് ലിമാൻ, ഒരിക്കലും കസുറത്ത് ഖിസാലു, അവർക്ക് വിശേഷണങ്ങൾ അധികരിച്ചിരിക്കുന്നു. ഹമീദ്, അങ്ങനത്തെ വിശേഷങ്ങൾ പ്രശസ്തനീയമായ, അങ്ങനത്തെ വിശേഷണം അധികരിച്ച ആൾക്ക് വെക്കപ്പെട്ടതാണ്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്യ ബിഹി, ഇതുകൊണ്ട് പേര് വെക്കപ്പെട്ടു നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ബി ഇൽഹാമി മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഇൽഹാമ് മുഖാന്തരമാണ് ഈ പേര് വെക്കാനുള്ള കാരണം. അഥവാ ഇൽഹാം പറഞ്ഞ മനസ്സിൽ തോന്നിപ്പിക്കാം. ജദ്ദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജദ്ദായ വലിപ്പായ അബ്ദുൽ മുത്തലിബ്, അവർക്ക് അള്ളാഹു തോന്നിച്ചു, ഇൽഹാമാക്കി. അങ്ങനെയാണ് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തത്. ഓ റസൂൽ, എന്നാണ് ഈ റസൂൽ പറഞ്ഞ, മിനൽ ബശരി, അത് മനുഷ്യന്മാരിൽ നിന്നാണ്. ദക്കറുൻ, പുരുഷനായിരിക്കും, അൽഹുർ, സ്വതന്ത്രൻ, ദക്കറാണ്. ഈ റസൂലാവൻ എന്താക്കണം? ദക്കറാവണം, പുരുഷനേക്കാൾ. ഹുർറൻ, സ്വതന്ത്രനായിരിക്കണം, അടിമാൻ പറ്റൂല. വഹിയിലേക്ക്, അവൾക്ക് വഹി അറിയിച്ചു കൊടുക്കണം. ബിശ്ശറഇ, ശറഅ കൊണ്ട്. ഔ വ ഉമിറ, കൽപ്പിക്കുകയും വേണം. ബിത്തബ്ലീഗി, പ്രബോധനം കൊണ്ട്, പ്രബോധനം വേണം റസൂലിന്. വയല്ലാം യകുൻ ലഹു കിതാബ്, റസൂലിന് കിതാബ് ഉണ്ടായിക്കോണം എന്നില്ല. പല നസ്ഖുകളും യൂസ അലൈഹിസ്സലാമിനെ പോലെ. ഫഇല്ലം യുമറ ബിത്തബ്ലീഗ്,
പ്രബോധനം കൊണ്ട് കൽപ്പിച്ചിട്ടില്ല. ഫനബിയുൻ അപ്പോൾ നബിയാണ്. റസൂൽ പറഞ്ഞ അഫ്ളലു മിനൻ നബി നബിയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് റസൂലാണ്. ഇജ്മായി തന്നെ. വ സ്വഹ ഖബറു അത് സഹിഹായ ഹദീസ് വന്നിട്ടുണ്ട്. അന്ന അദദൽ അംബിയായി അലൈഹിമുസ്സലാത്തു വസ്സലാമു മിഅത്തു അൽഫി വ അർബഅത്തു വഇശ്റൂന അൽഫ. അംബിയാക്കളുടെ ആദത് എത്രയാണ്? മിഅത്തു അൽഫി വ അർബഅത്തു വഇശ്റൂന അൽഫ 1,24,000 അന്ന അദദ റുസുലി ഈ പ്രവാചകന്മാർ ഈ മുർസലീങ്ങളുടെ അതത് അവരുടെ എണ്ണം സലാസുമിഅത്തിൻ വഖംസത അശറ 315. വഅലാലിഹി അവിടുത്തെ കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ. ഐ അഖാരിബി അവിടുത്തെ അടുത്ത കുടുംബം. മുഅ്മിനീങ്ങളിൽ നിന്ന് മിൻ ബനി ഹാഷിം മുത്തലിബ് ബനി ഹാഷിം ബനി മുത്തലിബ് സന്താനപുറം പേരില്ല. കയ്യില ഒരു അഭിപ്രായമുണ്ട്. ഹും കൊല്ലു മുഅ്മിനീൻ എല്ലാ മുഅ്മിനീങ്ങളാണ് ആലിയാറിന്. വഖ്തീറ ലി ഖബറിൽ ളൈഫി അതിലൊരു ളൈഫായ ഹദീസുണ്ട്. അതിനെ മുഖ്താറാക്കുകയും ചെയ്തിട്ടുണ്ട്. വജസമ ബിഹി അതിനെ പ്രബലമാക്കിയ നബവി ഇമാം നബവി റളിയല്ലാഹു അൻഹു അതിനെ പ്രബലമാക്കിയിട്ടുണ്ട്. ഫി ശറഹിൽ മുസ്ലിമിൽ വസ്വഹ്ബിഹി അവരുടെ കുടുംബത്തിൻ്റെ മേൽ സ്വഹാബത്തിൻ്റെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. സ്വലാത്തു വസ്സലാം. വഹുവ ഇസ്മു ജമ്മ ലിസ്വാഹിബി സ്വാഹിബി എന്നതിനുള്ള ഇസ്മു ജമ്മാണ് സ്വഹബിഹി എന്നുള്ളത്. ബിമാന സ്വഹാബി അതിൻ്റെ അർത്ഥം എന്താ? സ്വഹാബി എന്ന അർത്ഥത്തിനാണ് സ്വഹബിഹി എന്ന് ഉപയോഗിക്കുന്നത്. വഹുവ ആണ് ഈ സ്വഹാബത്ത് ഒരുത്തനാണ് ഇത്തമ അവർ ഒരുമിച്ച് കൂടി മുഅ്മിനായിക്കൊണ്ട് നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വലൗ ആമ കണ്ണുപൊട്ടനാവട്ടെ വൈറു മുമയ്യിസ് വകതിരിവില്ലാത്ത ആളാവട്ടെ. അൽഫായിസീന ബിറല്ലാഹ് വിജയം ചവരാണ്. അല്ലാഹുവിൻ്റെ റിള കൊണ്ട് തൃപ്തി കൊണ്ട്. സിഫത്തുൽ ലിമൻ ദുഃഖിറ ഇതൊരു വിശേഷണമാണ്. ഫായിസിന ആർക്ക്? ലിമൻ ദുഃഖിറ മുമ്പ് പറഞ്ഞ ആളുകൾക്കുള്ള വിശേഷണമാണ്. ആ ഭാഗത്ത് ഈ പ്രാരംഭ മുറകൾക്ക് ശേഷം ഈ അഥവാ بعدما تقدم من البسملة والحمدلة والصلاة والسلام على بعدما നിന്ന് ശേഷം تقدم المنقرض من البسملة بسم الله والحمد حمد جلي الصلاة السلام على من ذكر മുകളിൽ പറയപ്പെട്ട ആളുകളിൽ അപ്പോൾ അതാണ് ഈ പ്രാരംഭ മുറകൾ എന്ന് പറഞ്ഞാൽ. ബിസ്മി ഹംദ് സലാത്ത് സലാം ഫഹാദ അപ്പോൾ ഇത് അഥവാ അൽ മുഅല്ലിഫ് ഈ രചന ഹാദിർ ദിഹീനൻ നമ്മുടെ മനസ്സിൽ വന്ന രചന മുഖ്തസറൻ അതൊരു ചുരുക്കമാണ്. കല്ല ലഫ്ലു കുറവേക്കുക കസുറ മാന അർത്ഥം കുറേ ഉണ്ടാവും. മാന അധികരിച്ചോ. മുഖ്തസിർ പറഞ്ഞാൽ മിനൽ ഇഖ്തിസാറിൽ നിന്നെടുത്താണ് മുഖ്തസിർ പറഞ്ഞത്. ഫിൽ ഫിഖ്ഹിൽ മുഖ്തസിറായി ഇത് ഫിഖ് പറഞ്ഞാൽ ഹുവ ലുഅത്തുൻ ഈ ഫിഖ് ലുഅത്തിൽ ഇതാണ് അൽഫാഹുമു മനസ്സിലാക്കലാണ് ഗ്രഹിക്കലാണ്. ഇസ്തിലാഹിൽ അൽ ഇൽമു ഇൽമാണ് അറിവ്. ബിൽ അഹ്കാമി ഹുക്കുമുകളെ കൊണ്ടുള്ള അറിവാണ്. ശറഇയ്യായ അൽ അമലിയ കർമ്മപരവും ശറഇയ്യായ ഹുക്കുമുകളെ കുറിച്ചുള്ള അറിവാണ്. അൽ മുക്തസബു അത് അധ്വാനിച്ചെടുത്തു മിൻ അദില്ലത്തി ഹാദിൻ്റെ തെളിവുകളിൽ നിന്ന്. തഫ്സീലിയ വിശദമായ തെളിവുകളിൽ നിന്ന് അധ്വാനിച്ചെടുത്ത അറിവാണ്. അമലിയും ശറഇയ്യായ ഹുക്കുമുകളാണ് കൊണ്ട് ഇൽമാണെന്ന്. ഇസ്തിംദാദുഹു ഈ ഫിഖിൻ്റെ അവലംബം മിനൽ കിതാബിൽ നിന്നാണ്. ഖുർആൻ സുന്നത്തും ഹദീസ് വൽ ഇജ്മാ പണ്ഡിതന്മാരുടെ ഇജ്മാ വൽ ഖിയാസും ഈ മൂന്ന് താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഫഫായിദത്തുഹു ഫിഖ് കൊണ്ടുള്ള ഉപകാരം എന്താണ്?
ഇംതിസാലുൽ അവാമിരില്ലാഹി തആല അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. ഇജ്തിനാബുൻ നവാഹി അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ വെടിയുക. ഇനി അപ്പോൾ ഫിൽ ഫിക്കിയർ ഏതിലുള്ള ഫിക്കാണ് അലാ മദ്ഹബിൽ ഇമാം ഷാഫി റഹിമഹുല്ല ഷാഫി ഇമാമിൻ്റെ മദ്ഹബിലുള്ള ഫിക്കാണ്. ആരാണ് ഷാഫി ഇമാം അൽ മുജ്തഹിദായ അബി അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്നാണ് ഷാഫി ഇമാമിൻ്റെ ഫുൾ നെയിം. റളിയല്ലാഹു അൻഹു റളിയല്ലാഹു ഐ അഥവാ ഒന്നാണ് അലാമ ഒന്നിൻ്റെ മേലാണ് ദഹബ ഇതിലേക്ക് എത്തിച്ചേർന്നു മിനൽ അഹ്കാമി ഹുക്കുമുകളിൽ നിന്ന് ഫിൽ മസാലകളിൽ ഹുക്കുമിലേക്ക് എത്തിച്ചേർന്നതാണ് ഈ മദ്ഹബ് പറഞ്ഞാൽ. ഇദ്രീസ് പറഞ്ഞ വാലിദ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് ഹുവ അത് ഇദ്രീസ് പറഞ്ഞ ഉബിനു അബ്ബാസ് എന്നവരുടെ മകനായ ഇബ്നു ഉസ്മാൻ ഇബ്നു ഷാഫി ഇബ്നു സായിബ് ഇബ്നു ഉബൈദ് ബിൻ അബ്ദുൽ അസീദ് ബിൻ ഹാസിം ബിൻ മുത്തലിബ് ബിൻ അബ്ദുൽ മനാഫ്. അപ്പോൾ അതാണ് പരമ്പര. തങ്ങളുടെ പരമ്പരയിലേക്ക് എത്തുന്നത്. അബ്ദുൽ മനാഫിൻ്റെ മകൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഹാസിമിൻ്റെ മകൻ അബ്ദുൽ അസീദിൻ്റെ മകൻ ഉബൈദിൻ്റെ മകൻ വലിയ മഹാന്മാരാണ്. സാഹിബ് എന്നവരുടെ മകൻ ഷാഫി എന്നവരുടെ മകൻ ഉസ്മാൻ എന്നവരുടെ മകൻ അബ്ബാസ് എന്നവരുടെ മകൻ ഇദ്രീസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷാഫി ഇമാം. പിന്നെ ഷാഫിയ എന്നാണ് നമ്മൾ പറയല്. എന്താണ് ഷാഫിയ ഹുവ അത് അത് ചേർത്തപ്പെട്ടിന് അല്ലതീ എങ്ങനത്തെ ഷാഫി യുസ്സബുയിലെ അത് ചേർക്കപ്പെട്ടിരിക്കുന്നു അത് ഇമാമിലേക്ക്. ഈ പിതാമഹന്മാരിൽ ഉണ്ടല്ലോ ഷാഫി ആ പേരിലേക്കാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഓ അസ്ലമ അദ്ദേഹം മുസ്ലിമായി. ഷാഫി എന്നവർ അദ്ദേഹം മുസ്ലിം ബാബൂഹു അദ്ദേഹത്തിൻ്റെ പിതാവ് അഥവാ സാഹിബ് എന്നവർ യൗമൽ ബദർ ദിവസത്തിൽ വലിദ ഇമാമുന നമ്മളുടെ ഇമാം റളിയല്ലാഹു അൻഹു ജനിച്ചു സനത 50 ഹിജ്റ 150 വതുവഫിയ വഫാത യൗമൽ ജുമഅത്തി ദിവസം ഖറജ റജബ് മാസത്തിൻ്റെ അവസാനത്തിൽ സനത 204 ഹിജ്റ. പിന്നെ ഇൻതഖബ്തുഹു അതിനെ തിരഞ്ഞെടുത്ത് എഴുതി. വഹാദ കിതാബിനെ ഷറഹ മിനൽ കുതുബി കിതാബുകളുടെ ഷറഹിൽ നിന്ന് മുഅ്തമദത്തി അവലംബയോഗ്യമായ ഷെയ്ഖിന നമ്മുടെ ഷെയ്ഖ് അതാനാണ് ഖാത്തിമത്തുൽ മുഹഖിഖീൻ. അതെ അതിന് മുമ്പ് കുറച്ചെടുക്കാണ്ടായില്ലേ. വസമ്മൈതുഹു ഈ കിതാബിൻ്റെ പേര് വെക്കപ്പെട്ടു ഖുറത്ത് ഐൻ എന്ന പേര് വെക്കപ്പെട്ടു. ഈ മുഹിമ്മാത്തി ദീൻ ബി ബയാനി വ്യക്തമാക്കുന്ന മുഹിമ്മാത്തി പ്രധാന കാര്യങ്ങൾ അഹ്കാമുദ്ദീൻ ദീൻ്റെ ഹുക്കുമുകളിൽ നിന്ന് പ്രധാന കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഖുറത്ത് ഐൻ കണ്ണിന് കുളിർമേക ഒക്കെയാണ് ഇതിൻ്റെ പേര്. ആകട്ടോട്ടെ ഇൻതഖബ്തുഹു ഞാനിതിനെ തിരഞ്ഞെടുത്തു. വഹാദ ഈ കിതാബിന് ഷറഹ മിനൽ കുത്തുബുകളിൽ നിന്ന് ഷറഹിൽ അൽ മുഅ്തദി അവലംബയോഗ്യമായ ഷെയ്ഖന നമ്മുടെ ഷെയ്ഖിനുള്ള ഖാത്തിമത്തുൽ മുഹഖിഖീൻ ഖാത്തിം അവസാന മുഹഖിഖീങ്ങളിൽപ്പെട്ട ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവരുടെ കിതാബിൽ നിന്ന് അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവരുടെ ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമ നൽകട്ടെ. വബഖിയത്തിൽ മുജ്തഹിദീന മറ്റു മുജ്തഹിദീങ്ങളും ഇമാമുകളുടെ കിതാബിൽ നിന്നും മിസില ഉദാഹരണം വജീഹുദ്ദീൻ അബ്ദുർ റഹ്മാൻ ഇബ്നു സിയാദ് അദ്സബീദി റളിയല്ലാഹു അൻഹുമാ
അതുപോലെ തന്നെ ഷെയ്ഖ് മശായിഖ് നമ്മുടെ ഉസ്താദുമാരുടെ ഉസ്താദ് ഷെയ്ഖ് അൽ ഇസ്ലാം മുജദ്ദിദ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു والإمام الأمجد أحمد المزجد زبيدي رحمهم الله تعالى عنهم ونفعنا بهم في الدارين وغيرهم من المحققين متأخرين ഷാഫി മദ്ഹബിൽ അവസാന കാലക്കാരായ മുഹഖഖീങ്ങളിൽ നിന്ന് മുഅ്തമിദൻ ഒക്കെ എടുത്ത അവലംബം വകയായിട്ടാണ് ആർക്ക് അലാമാ ജസബിഹി ഒക്കെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഷെയ്ഖന്മാർ ആരൊക്കെയാണ്? രണ്ടാൾക്കാർ മദ്ഹബിൻ്റെ നവവിയും റാഫി നവയിമാമു റാഫി ഇമാമും പിന്നെ മുഹഖിഖുൽ മുതഅഖിരീൻ റളിയല്ലാഹു അൻഹു. അപ്പം ഇങ്ങനെ ഓർഡറിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആരെങ്കിലും എടുത്തിരിക്കണേ മുതഅഖിരീങ്ങളായ ഷാഫി ഇമാമിൻ്റെ ഷാഫി മദ്ഹബിൽപ്പെട്ട ഇമാമുകളിൽ നിന്ന് മുഹഖിഖീങ്ങളിൽ നിന്ന് റളിയല്ലാഹു അൻഹു. റാജിയൻ ഇതിനാണ് എങ്ങനെ എഴുതുന്നത്? റാജിയൻ പ്രതീക്ഷിച്ചിട്ട് മിൻ റബ്ബിന നമ്മുടെ റബ്ബിൽ നിന്ന് റഹ്മാൻ കാരുണ്യവാനായ അൻ യൻതഫിഅ ബിഹി ഇതുകൊണ്ട് ഉപകാരം ചെയ്യുക അൽ അസ്കിയാഉ ബുദ്ധിമാന്മാർക്ക് ബുദ്ധിമാന്മാർക്ക് അൻ തഖിറ ബിഹി കിതാബ് എഴുതുന്നത് കൊണ്ട് കുളിർമ ലഭിക്കാനും ബിസബബിഹി ഈ കാരണത്താൽ ഐനി എൻ്റെ കണ്ണിന് അത് നാളെ യൗമുൽ ആഖിർ അവസാന നാളിൽ ബിന്നദറി നോക്കൽ കൊണ്ട് ഇലാ വജ്ഹിഹി അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് അള്ളാഹുവിൻ്റെ സാത്തിലേക്ക് അള്ളാഹുവിൻ്റെ മുഖത്തിൻ്റെ സാത്തൽ അൽ കരീമി ബഹുമാന്യനായ ബുക്രത്തൻ പ്രഭാതത്തിൽ വാശിയൻ പ്രദോഷത്തിലും അഥവാ എല്ലാ സമയത്തും അള്ളാഹുവിലേക്ക് നോക്കുക തൗഫീഖ് നൽകട്ടെ. ആമീൻ.